പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് സെക്കൻഡുകൾ അളന്നുള്ള ഓട്ടമാണ്. ഈ തിരക്കുകൾക്കിടയിൽ മനസ്സിനും ശരീരത്തിനും സമാധാനം കണ്ടെത്താൻ മണിക്കൂറുകളോളം ധ്യാനിച്ചിരിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല. ഇവിടെയാണ് റെയ്ക്കി എന്ന അത്ഭുതകരമായ പ്രപഞ്ച ഊർജ്ജത്തിന്റെ പ്രസക്തി. റെയ്ക്കി എന്നാൽ കേവലം കൈകൾ വെച്ചുള്ള ഒരു ചികിത്സാ രീതിയല്ല, അതൊരു ജീവിതശൈലിയാണ്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ എന്തിനു ഉറങ്ങുമ്പോഴോ പോലും നിങ്ങളുടെ അറ്റ്യൂൺമെന്റ് നിലനിർത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുന്നതിനു മുൻപ് 2 കൈപ്പത്തികളും ഹൃദയത്തിന് മുകളിലോ വേരിന് മുകളിലോ വെച്ച് 2 മിനിറ്റ് ഊർജ്ജപ്രവാഹം അനുഭവിക്കുക. അന്നത്തെ ദിവസം ശാന്തമായിരിക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ എനർജി ഓരോ പോസിറ്റീവ് ആയി നിലനിർത്താൻ ഗ്രൗണ്ടിംഗ് അത്യാവശ്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 30 സെക്കൻഡ് കൈകൾ ഭക്ഷണത്തിന് മുകളിൽ വെച്ച് റേക്കി നൽകുക. ഇത് ഭക്ഷണത്തിലെ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് കൂടുതൽ ഗുണം നൽകുകയും ചെയ്യും. വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസിൽ പിടിച്ചുകൊണ്ട് ഈ വെള്ളം എന്നെ പൂർണ്ണ ആരോഗ്യവാനും ശാന്തനുമാക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ദിവസവും പലതരം ആളുകളുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ഓറയിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് നീക്കം ചെയ്യാൻ വലതു കൈകൊണ്ട് ഇടതു തോളിൽ നിന്ന് വലതു ഇടുപ്പിലേക്കും തിരിച്ചും വേഗത്തിൽ തടവുക. ഇത് നിങ്ങളുടെ എനർജി ഫീൽഡിനെ പെട്ടെന്ന് ശുദ്ധീകരിക്കും. രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് റെയ്ക്കി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഓറയെ സംരക്ഷിക്കുക. റെയ്ക്കി കേവലം ഒരു ചികിത്സാ രീതിയല്ല, അതൊരു ജീവിത രീതിയാണ്. മിക്കാവോ ഉസുയി പഠിപ്പിച്ച 5 തത്വങ്ങൾ എന്നും മനസ്സിൽ ഓർത്തുവെക്കുക. ഇന്ന് മാത്രം ഞാൻ ദേഷ്യപ്പെടില്ല. ഇന്ന് മാത്രം ഞാൻ ഉത്കണ്ഠപ്പെടില്ല. ഇന്ന് മാത്രം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഇന്ന് മാത്രം ഞാൻ എന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യും. ഇന്ന് മാത്രം ഞാൻ ജീവജാലങ്ങളോട് കരുണ കാണിക്കും. കുളിക്കുമ്പോൾ വെള്ളം തലയിൽ വീഴുമ്പോൾ അത് വെറുമൊരു വെള്ളമല്ലെന്നും പ്രപഞ്ചത്തിലെ ഏറ്റവും ശുദ്ധമായ സ്വർണ്ണ പ്രകാശമാണെന്നും സങ്കൽപ്പിക്കുക. ഈ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കി പാദങ്ങളിലൂടെ പുറത്തേക്ക് കളയുന്നതായി മനസ്സാധരിക്കുക. ഇന്ന് എന്റെ കൈകളിലൂടെ ഒഴുകുന്ന റെയ്ക്കി ഊർജ്ജം എന്നെയും ഞാൻ ഇടപെടുന്ന ഓരോ വ്യക്തിയെയും സുഖപ്പെടുത്തുന്നു എന്ന് 3 തവണ ആവർത്തിക്കുക. തിരക്കേറിയ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു വലിയ വെളുത്ത പ്രകാശഗോളത്തിനുള്ളിലാണെന്ന് സങ്കൽപ്പിക്കുക. പുറത്തുനിന്നുള്ള യാതൊരു നെഗറ്റീവ് എനർജിക്കും ഈ പ്രകാശത്തെ ഭേദിച്ച് ഉള്ളിലേക്ക് വരാൻ കഴിയില്ലെന്നും നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഉള്ളിൽ സുരക്ഷിതമാണെന്നും ദൃഢമായി വിശ്വസിക്കുക. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ പിരിമുറുക്കങ്ങളും ബന്ധങ്ങളും മുറിച്ചുമാറ്റുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് കൈകൾ വായുവിൽ മുറിക്കുന്നത് പോലെ ചലിപ്പിക്കുക. ഇത് മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കും. 5 മിനിറ്റ് മാത്രം സമയമുള്ളപ്പോൾ ഇനി പറയുന്ന 3 ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെറ്റി മാനസിക വ്യക്തതയ്ക്കും ബുദ്ധിശക്തിക്കും. തൊണ്ട വ്യക്തമായ ആശയവിനിമയത്തിനും ആത്മവിശ്വാസത്തിനും.
സോളാർ പ്ലെക്സസ് ത്വക്കിനു മുകളിൽ ഭയത്തെ അകറ്റാനും ശക്തി വർദ്ധിപ്പിക്കാനും. തിരക്കേറിയ ജീവിതത്തിൽ റെയ്ക്കി നിലനിർത്താൻ കേവലം കൈകൾ വെക്കുന്നതിലുപരി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു തുറന്ന ചാനൽ ആക്കി മാറ്റുകയാണ് വേണ്ടത്. നിങ്ങളുടെ അറ്റ്യൂൺമെന്റ് എന്നും പുതുമയോടെ നിലനിർത്താൻ ദിവസവും രാവിലെ 1 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പ്രപഞ്ചത്തിന്റെ ഒരു സുവർണ്ണ കവാടം തുറക്കുന്നതായും അതിൽ നിന്ന് റിക്കി ഊർജ്ജം ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ സുഷുമ്ന നാഡിയിലൂടെ താഴേക്ക് ഒഴുകുന്നതായും സങ്കൽപ്പിക്കുക. ഞാൻ പ്രപഞ്ച ഊർജ്ജത്തിന്റെ ഒരു ശുദ്ധമായ ചാനലാണ്. ഈ നിമിഷം മുതൽ എന്റെ ഓരോ ശ്വാസവും എന്നെ പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ ചുറ്റുപാടും പോസിറ്റീവ് ആക്കിയാൽ നിങ്ങൾക്ക് ഊർജ്ജം നഷ്ടപ്പെടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന മുറിയുടെ 4 മൂലകളിലും റിക്കി ചിഹ്നങ്ങൾ, ഉദാഹരണത്തിന് ചോക്കുറയെ മനസ്സാ വരയ്ക്കുക. ഇത് ആ മുറിയിലെ നെഗറ്റീവ് ഊർജ്ജത്തെ തടയുകയും നിങ്ങളുടെ ഓറ സംരക്ഷിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടറിലോ ഫോണിലോ അധികനേരം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഉപകരണങ്ങൾക്ക് 1 മിനിറ്റ് റെയ്ക്കി നൽകുക. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മൂലമുണ്ടാകുന്ന തളർച്ച കുറയ്ക്കാൻ സഹായിക്കും. ചിഹ്നങ്ങൾ വരയ്ക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അല്ലെങ്കിൽ തുറന്നു തന്നെ നെറ്റിക്ക് മുന്നിൽ തിളങ്ങുന്ന നീല നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ഉള്ള റിക്കി ചിഹ്നങ്ങൾ തെളിയുന്നത് കാണുക. ആ ചിഹ്നത്തിന്റെ ഊർജ്ജം ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നതായും അത് ഹൃദയത്തിൽ നിന്ന് കൈകളിലേക്ക് പ്രവഹിക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇത് വെറും 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഉയർത്തും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയചക്രത്തിൽ നിന്ന് അവർക്ക് റെയ്ക്കി പ്രവഹിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അത്ഭുതകരമായി സഹായിക്കും. നടക്കുമ്പോൾ ഓരോ ചുവടിലും ഭൂമി മാതാവിന് റെയ്ക്കി നൽകുന്നതായി കരുതുക. ഇത് നിങ്ങളെ പ്രകൃതിയുമായി ആഴത്തിൽ ബന്ധിപ്പിക്കും. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുന്നത് നിങ്ങളുടെ ഓറയിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രകാശരശ്മികൾ നട്ടെല്ലിലൂടെ മുകളിലേക്ക് കയറി തലയുടെ മുകളിൽ എത്തുന്നത് സങ്കൽപ്പിക്കുക. ശ്വാസം വിടുമ്പോൾ ആ പ്രകാശം ശരീരത്തിന്റെ മുൻഭാഗത്തുകൂടെ താഴേക്ക് വന്ന് പാദങ്ങളിലെത്തുന്നത് സങ്കൽപ്പിക്കുക. ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ലെവൽ കുറയാതെ ആകാതെ സംരക്ഷിക്കും. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴോ പേന പിടിക്കുമ്പോഴോ നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ ലേസർ രശ്മികൾ പോലെ റെയ്ക്കി പ്രവഹിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിരലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ചോക്കുറയെ വരയ്ക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് വൈബ്രേഷനുകളെ മാറ്റാൻ സഹായിക്കും. ഒരു മിനിറ്റ് മാത്രം സമയമുള്ളപ്പോൾ ചെയ്യുന്ന അതീവ വേഗത്തിലുള്ള ചക്ര ബാലൻസിംഗ് നമുക്ക് നോക്കാം. മൂലാധാരം, തറയിൽ പാദങ്ങൾ അമർത്തി ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതുക. മണിപൂരകം, വയറ്റിൽ കൈവച്ച് ഞാൻ ശക്തനാണ് എന്ന് കരുതുക. അനാഹതം, നെഞ്ചിൽ കൈവച്ച് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് കരുതുക. വിശുദ്ധി,
തൊണ്ടയിൽ തൊട്ട് ഞാൻ സത്യം സംസാരിക്കുന്നു എന്ന് കരുതുക. ആജ്ഞ പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധിച്ച് എനിക്ക് വ്യക്തതയുണ്ട് എന്ന് കരുതുക. സഹസ്രാരം തലയ്ക്ക് മുകളിൽ പ്രകാശം നിറയുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ നട്ടെല്ലിന്റെ താഴെ ഭാഗത്തുനിന്ന് തലയുടെ മുകൾ ഭാഗം വരെ ഒരു അദൃശ്യമായ സിബ് വലിച്ചടയ്ക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ഓറയെ സീൽ ചെയ്യുകയും പുറത്തുനിന്നുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ തടയുകയും ചെയ്യുന്നു. നിങ്ങളെ ദേഷിപ്പിക്കുന്ന വ്യക്തിക്ക് നേരെ ഒരു അദൃശ്യമായ കണ്ണാടി വെച്ചിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. അവരുടെ നെഗറ്റീവ് എനർജി ആ കണ്ണാടിയിൽ തട്ടി അവരിലേക്ക് തന്നെ തിരിച്ചുപോകും, നിങ്ങളെ ബാധിക്കില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിണയ്ക്ക് റേക്കി നൽകുക. ഞാൻ ഉറങ്ങുമ്പോൾ റിക്കി ഊർജ്ജം എന്റെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി സുഖപ്പെടുത്തട്ടെ എന്ന് പറയുക. ഇത് 6 തൊട്ട് 8 മണിക്കൂർ തുടർച്ചയായ ഹീലിംഗ് നിങ്ങൾക്ക് ഉറക്കത്തിൽ നൽകുന്നു. രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ ഇത് സഹായിക്കും. കണ്ണടച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ചെറിയ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നത് സങ്കൽപ്പിക്കുക. എന്റെ ഓരോ കോശവും പ്രപഞ്ചത്തിന്റെ ആരോഗ്യത്താലും സമാധാനത്താലും നിറയുന്നു എന്ന് സ്ഥിരീകരിക്കുക. ഇത് വെറും 2 മിനിറ്റ് ചെയ്യുന്നത് 20 മിനിറ്റ് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിന് തുല്യമായ ഫലം നൽകും. ഒരു പ്രധാന മീറ്റിംഗോ യാത്രയോ ഉണ്ടെങ്കിൽ അതിലേക്ക് മുൻകൂട്ടി റേക്കി അയക്കുക. ആ സമയം ഞാൻ വളരെ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമായിരിക്കും എന്ന് ഉറപ്പിക്കുക. അന്നത്തെ ദിവസം നടന്ന മോശമായ ഒരു അനുഭവം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ സംഭവത്തിലേക്ക് റേക്കി നൽകി ആ നെഗറ്റീവ് ഊർജ്ജത്തെ അലിയിച്ചു കളയുക. പെട്ടെന്ന് ഊർജ്ജം ആവശ്യമായി വരുമ്പോൾ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ അമർത്തുക. ആ സമയത്ത് റേക്കി പ്രവഹിക്കുന്നത് സങ്കൽപ്പിക്കുക. ശാന്തമായി റേക്കി ചെയ്യുന്ന സമയത്ത് ഈ മുദ്ര പിടിക്കുക. ഇത് ഒരു ആങ്കർ ആയി മാറും. പിന്നീട് തിരക്കുള്ള സമയത്തോ ടെൻഷൻ വരുമ്പോഴോ ഈ വിരലുകൾ അമർത്തിയാൽ നിങ്ങളുടെ ശരീരം പഴയ ആ ശാന്തതയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തും. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചെറിയ സമയങ്ങളെ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ, സിഗ്നലിൽ കാത്തുനിൽക്കുമ്പോൾ റേക്കി സെഷനുകളാക്കി മാറ്റുക. കൈകൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ ശ്വാസത്തിലൂടെ റേക്കി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ഓറ വികസിക്കുന്നതായും ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നതായും കാണുക. നിങ്ങളുടെ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ ദിവസവും 1 മിനിറ്റ് റേക്കി നൽകുക. ഈ പണം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ്, ഇത് ഗുണകരമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു എന്ന് ദൃഢമായി പറയുക. ഇലക്ട്രിസിറ്റി ബില്ലോ മറ്റ് ചിലവുകളോ നടത്തുമ്പോൾ ആ പണത്തിന് റിക്കി നൽകി സന്തോഷത്തോടെ നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധി തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് കൈകൾ വേരിന് താഴെ വെക്കുക.
ഞാൻ ഉറങ്ങുമ്പോൾ റെയ്ക്കി ഊർജ്ജം എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഡിജിറ്റൽ വിഷാംശങ്ങളിൽ നിന്ന് മുക്തമാക്കട്ടെ എന്ന് സങ്കൽപ്പിക്കുക. ഇതുവഴി 6 മണിക്കൂർ ഉറക്കം 10 മണിക്കൂർ ഉറക്കത്തിന് തുല്യമായ ഉന്മേഷം നൽകും. ബസ്സിലോ കാറിലോ ഇരിക്കുമ്പോൾ കൈകൾ തുടയിൽ വെച്ച് റെയ്ക്കി പാദങ്ങളിലൂടെ ഭൂമിയിലേക്ക് പോകുന്നത് സങ്കൽപ്പിക്കുക. ഇത് യാത്രയിലെ ക്ഷീണം കുറയ്ക്കും. ഭക്ഷണത്തിന് മുകളിൽ 30 സെക്കൻഡ് കൈകൾ വെച്ച് നന്ദി പറയുക. ഇത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉയർത്തും. ഉച്ചകഴിഞ്ഞ് തളർച്ച തോന്നുമ്പോൾ ഒരു കസേരയിൽ നിവർന്നിരുന്ന് കൈകൾ വേരിൽ വെച്ച് ശ്വാസം എടുക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം പെട്ടെന്ന് തിരികെ കൊണ്ടുവരും. മീറ്റിംഗുകളിലോ മറ്റോ ഇരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ കൈവിരലുകൾ കോർത്തുപിടിച്ച് വിരലുകൾക്കിടയിലൂടെ ഊർജ്ജം കൈമാറുന്നത് അനുഭവിക്കുക. പുറത്തെ സമ്മർദ്ദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ കൈകൾ കൊണ്ട് വായുവിൽ ഒരു കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലെ ചലനം നടത്തുക. ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള എനർജി വേർതിരിക്കാൻ ഇത് സഹായിക്കും. വീടിന്റെ പ്രധാന വാതിലിനും മുറികൾക്കും റെയ്ക്കി നൽകി പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്തുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രധാനമായും 7 ചക്രങ്ങളിലും ഓരോ മിനിറ്റ് വീതം കൈകൾ വെക്കുക. ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോഴും റെയ്ക്കി എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് ഉപബോധമനസ്സിനോട് പറയുക. കണ്ണ് തുറന്നാലുടൻ എഴുന്നേൽക്കരുത്. കൈപ്പത്തികൾ കൂട്ടിത്തിരുമ്മി ചൂടാക്കി ഹൃദയത്തിനു മുകളിലും വേരിനു മുകളിലും വെക്കുക. രണ്ട് മിനിറ്റ് പ്രപഞ്ച ഊർജ്ജം നിങ്ങളിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കുക. ഞാൻ പ്രപഞ്ചത്തിന്റെ ഒരു ചാനലാണ്. ഇന്ന് എന്റെ ചിന്തകളും പ്രവർത്തികളും ശുദ്ധമായിരിക്കും എന്ന് സങ്കൽപ്പിക്കുക. വീടിന് പുറത്തിറങ്ങുന്നതിന് മുൻപ് നിങ്ങളെ ചുറ്റി ഒരു വെളുത്ത പ്രകാശവലയം സങ്കൽപ്പിക്കുക. പുറംലോകത്തെ ഒരു നെഗറ്റീവ് എനർജിക്കും ഈ പ്രകാശത്തെ ഭേദിച്ച് ഉള്ളിൽ വരാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുക. കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് ആ ഭാഗത്തേക്ക് റെയ്ക്കി നൽകുക. ഇത് ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കും. ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ദിവസം നടന്ന 5 നല്ല കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് നന്ദി പറയുക. കിടക്കയിൽ കിടന്ന് തല മുതൽ പാദം വരെ ഓരോ അവയവങ്ങൾക്കും 1 മിനിറ്റ് വീതം റെയ്ക്കി നൽകുക. ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഒരു ലൂപ്പ് പോലെ ശരീരമാകെ ചുറ്റുന്നത് സങ്കൽപ്പിക്കുക. വീട്ടിലെ ചെടികൾക്ക് റെയ്ക്കി നൽകുന്നത് അവയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനും സഹായിക്കും. കൃഷിയിലോ ഗാർഡനിംഗിലോ താൽപര്യമുണ്ടെങ്കിൽ വിത്തുകൾ പാകുന്നതിന് മുൻപ് അവയ്ക്ക് റെയ്ക്കി നൽകുക. ഇത് ആ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ആഹാരത്തെ അതീവ ഊർജ്ജസ്വലമാക്കും. വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ അവയെ സ്പർശിക്കാതെ തന്നെ ദൂരത്തുനിന്ന് റെയ്ക്കി നൽകുന്നത് അവരെ പെട്ടെന്ന് ശാന്തരാക്കും. നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സോ ഉണ്ടെങ്കിൽ ആ ആശയത്തിന് ദിവസവും റെയ്ക്കി നൽകുക. അത് യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കും. സംസാരിക്കുന്നതിന് മുൻപ് തൊണ്ടയിൽ കൈ വെച്ച് റെയ്ക്കി നൽകുക. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ തൊടണമെന്നും അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കണമെന്നും സങ്കൽപ്പിക്കുക. ഇതിനെ മാഗ്നറ്റിക് വോയിസ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിന്റെ പ്രകമ്പനമാണെന്നും അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും സങ്കൽപ്പിക്കുക.
പുതിയ വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴോ അവയിലെ മുൻകാല ഊർജ്ജത്തെ മാറ്റാൻ. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് മുകളിലൂടെ കൈകൾ ചലിപ്പിച്ച് അതിലെ പഴയ ഊർജ്ജങ്ങളെ നീക്കം ചെയ്യുക. വസ്ത്രങ്ങൾ നിങ്ങളെ പോസിറ്റീവ് ആയി നിലനിർത്താൻ ഇത് സഹായിക്കും. നിങ്ങളുടെ 2 കൈപ്പത്തികളും തലയുടെ ഇരുവശങ്ങളിലും വെക്കുക. പ്രപഞ്ച ഊർജ്ജം നിങ്ങളുടെ തലച്ചോറിലെ പഴയ നെഗറ്റീവ് ചിന്താധാരകളെ അലിയിച്ചു കളയുന്നതായും പുതിയ പോസിറ്റീവ് കണക്ഷനുകൾ ഉണ്ടാക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇതുവഴി പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും പഴയ പേടികൾ മാറുകയും ചെയ്യും. മുറ്റത്തെ ഒരു മരത്തിലോ ചെടിയിലോ തൊട്ടുനിൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ ആ മരം ആഗിരണം ചെയ്യുന്നതായും തിരികെ പ്രകൃതിയുടെ ശുദ്ധമായ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നതായും സങ്കൽപ്പിക്കുക. പ്രകൃതിയുമായുള്ള ഈ ആഴത്തിലുള്ള ബന്ധം നിങ്ങളുടെ ഗ്രൗണ്ടിംഗ് ശക്തിപ്പെടുത്തും. ഡിജിറ്റൽ ലോകത്തെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷ നേടാൻ ഫോൺ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിന് മുകളിലൂടെ കൈകൾ ചലിപ്പിച്ച് ഒരു അദൃശ്യ കവചം തീർക്കുക. ഈ സ്ക്രീനിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് ആയ വിവരങ്ങൾ മാത്രമേ ലഭിക്കൂ എന്ന് ഉറപ്പിക്കുക. ഒരു പ്രധാനപ്പെട്ട ഇമെയിൽ അയക്കുന്നതിന് മുൻപ് മൗസിലോ കീബോർഡിലോ കൈവച്ച് റേക്കി നൽകുക. ആ സന്ദേശം വായിക്കുന്ന വ്യക്തിക്ക് പോസിറ്റീവ് ആയ ഒരു മനോഭാവം ഉണ്ടാകാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ കൈത്തണ്ടയിലെ വാച്ചിനോ അല്ലെങ്കിൽ മൊബൈലിലെ ക്ലോക്കിനോ നേരെ കൈകൾ കാണിക്കുക. ഇന്ന് എന്റെ സമയം സമാധാനപരമായി ഒഴുകുന്നു, എനിക്ക് ആവശ്യമായതിലും കൂടുതൽ സമയം ലഭ്യമാണ് എന്ന് 30 സെക്കൻഡ് റേക്കി നൽകുക. ഷാംപൂവോ ഓയിലോ കുപ്പിയിൽ എടുക്കുമ്പോൾ ആ പാത്രത്തിന് ചുറ്റും കൈകൾ വെച്ച് 1 മിനിറ്റ് റേക്കി നൽകുക. ഈ ഉൽപ്പന്നം ഇത് ഉപയോഗിക്കുന്നവർക്ക് ആരോഗ്യവും തിലക്കവും നൽകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഉൽപ്പന്നത്തിലെ കെമിക്കലുകളുടെ ആഘാതം കുറയ്ക്കാനും പ്രകൃതിദത്തമായ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. നമ്മുടെ ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമാണ് അകാശിക് റെക്കോർഡ്സ്. റേക്കി ഉപയോഗിച്ച് ഇതിലേക്ക് പ്രവേശിക്കാം. കണ്ണടച്ച് നിങ്ങളുടെ 3ാം കണ്ണ് ചക്രത്തിൽ ഹോൻ ഷാ സെ ഷോ നെൻ ചിഹ്നം സങ്കൽപ്പിക്കുക. ഈ ചിഹ്നത്തിലൂടെ ഒരു പ്രകാശരശ്മി പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക തടസ്സങ്ങളുടെ കാരണം മനസ്സിലാക്കാനും അവ പരിഹരിക്കാനും ഇത് സഹായിക്കും. ദിവസം മുഴുവൻ ചെരിപ്പിടാതെ കുറച്ചു സമയം പുല്ലിലൂടെയോ തറയിലൂടെയോ നടക്കുക. ഇത് അധികമുള്ള നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് പോകാൻ സഹായിക്കും. നിങ്ങൾക്ക് അറ്റ്യൂൺമെന്റ് ലഭിച്ച ചിഹ്നങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും മനസ്സാ വരയ്ക്കുന്നത് ശീലമാക്കുക. ജോലിഭാരം കൂടുമ്പോൾ 30 സെക്കൻഡ് കണ്ണടച്ച് 3 തവണ ദീർഘമായി ശ്വസിക്കുക. ഓരോ ശ്വാസത്തിലും ചോക്കുറേ ചിഹ്നം ശ്വസിക്കുന്നതായി സങ്കൽപ്പിക്കുക. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാവുകയാണ്. റേക്കി എന്നത് കേവലം ഒരു വിദ്യയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്നേഹവും കരുണയും നമ്മുടെ ഓരോ ശ്വാസത്തിലും അനുഭവിക്കുന്ന ഒരു കലയാണ്. നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകുന്ന ഊർജ്ജത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. സംശയമില്ലാത്ത മനസ്സാണ് ഏറ്റവും വലിയ ചാനൽ. ദിവസവും 5 മിനിറ്റ് മാറ്റിവെച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഞാൻ ചെയ്യുന്നതല്ല, പ്രപഞ്ചം എന്നിലൂടെ ചെയ്യുന്നു എന്ന ഭാവം എപ്പോഴും നിലനിർത്തുക. ഇത് നിങ്ങളുടെ അഹന്തയെ അകറ്റി നിർത്തുകയും ശുദ്ധമായ ഊർജ്ജം പ്രവഹിക്കാൻ സഹായിക്കുകയും ചെയ്യും.
നിങ്ങളുടെ ജീവിതത്തിൽ റെയ്ക്കി ഒരു വെളിച്ചമായി മാറട്ടെ. ഓരോ ദിവസവും ഉന്മേഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നേറാൻ ഈ പ്രപഞ്ച ഊർജ്ജം നിങ്ങളെ തുണയ്ക്കട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നേരുന്നു. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.